Hi friends, welcome to Pets and Fins. pH മീറ്ററിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് pH മീറ്ററിൻ്റെ ബ്രാൻഡ് ATC എന്ന് പറഞ്ഞാണ്. ഇത് തന്നെയാണ് എല്ലാവരും സാധാരണ വാങ്ങുന്നത്. വളരെ വില കുറവാണ് എന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. കാര്യങ്ങൾ നടക്കാൻ ഇത് മതി. നമ്മുടെ അക്യുറേറ്റിൻ്റെ ഇത് ചെക്ക് ചെയ്യാനൊക്കെ ഇത് മതി. ഇത് ആക്യുറേറ്റ് ആണ്. ഇത് പിന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പലർക്കും ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലിബ്രേഷൻ തെറ്റായിട്ടാണ് ചെയ്യുന്നത് പലരും. ഇതിനകത്ത് ഒരു കാറ്റലോഗ് പോലെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. കൊടുത്തതിനകത്ത് തന്നെ 90% ചൈനീസ് ലാംഗ്വേജിലുമാണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബഫർ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. pH ഇത് ചെയ്യേണ്ടത് രണ്ടും ഉപയോഗിച്ച് കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്താലേ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇതിനകത്തൊന്നുമില്ല, ഇത് വളരെ ചെറിയ ഒരു കാര്യമാണ്. ഇതാ പിന്നെ ഇതിൻ്റെ കാറ്റലോഗ്, ഈ 2 ബഫർ പൗഡർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ സെല്ലുണ്ട്. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മീറ്റർ, ഇലക്ട്രോഡ്, ഇതതിൻ്റെ ഒരു ടോപ്പ് മാത്രമാണ്. ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ, മേലെ ഓൺ ഓഫ് സ്വിച്ച്, ഇത് ഊരിക്കഴിഞ്ഞാൽ ബാറ്ററി ഇടാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാറ്ററി ഓൾറെഡി ഇതിനകത്തുള്ളതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ കാലിബ്രേഷൻ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ TDS മീറ്റർ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ഇതിനകത്ത് ഇത് വെച്ചിട്ട് കാലിബ്രേഷൻ ഈ നമ്പർ കറക്റ്റാക്കാൻ ചെയ്യുന്നു. ആ നമ്പർ എത്രയാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചാണ് കാലിബ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ റെഡി, പച്ചവെള്ളത്തിൽ ചെയ്യരുത്, ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ ചെയ്യണം. 250 ml ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബൗളിനകത്ത് 2 ബൗളിനകത്ത് 250 ml എടുത്തിട്ട് ഈ 2 സൊല്യൂഷൻ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കാലിബ്രേഷൻ മാത്രം ഇപ്പോൾ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്റ്റിൽഡ് വാട്ടറാണ് വേണ്ടതെന്ന്. അത് 2 ബൗളിനകത്ത് എടുക്കുക. 2 ടംബ്ലർ 2 ബീക്കറിനകത്ത് 250 ml എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് 2 സെപ്പറേറ്റ് ബീക്കറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 250 ml എടുക്കുന്നു. എന്നിട്ട് ഒന്നാമത്തേൽ നമ്മളിപ്പോൾ ഒരു ബഫർ പൗഡർ ഇട്ടു, രണ്ടാമത്തേൽ അടുത്ത ബഫർ പൗഡർ ഇടുന്നു. രണ്ടും സെപ്പറേറ്റ് ആണ് ഇടുന്നത്. എന്നിട്ട് ഒരു ഗ്ലാസ് റോഡ് വെച്ച് നന്നായി മിക്സ് ചെയ്യുക, നന്നായി ഇളക്കുക. ഇത് പെട്ടെന്ന് ഇളകി കിട്ടില്ല, അതിനായിട്ട് നമ്മൾ നന്നായി ഇളക്കി അത് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം വേറൊരു ബീക്കറിൽ വീണ്ടും നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് സൈഡിൽ വെക്കുക. കാരണം ഇതൊന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കഴുകണം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ 6.8 വരേണ്ട ഇതിനകത്താണ് pH മീറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെച്ചപ്പോൾ 6.7, അതിനകത്ത് ഓൾറെഡി 6.7 ആണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, അത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ പിന്നിലുള്ള ആ സ്ക്രൂ ലൈറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നോക്കുക എത്രയാണ് ഈ വാല്യൂ മാറുന്നതെന്ന്. ലൈറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 6.8 ആകുമ്പോൾ നിർത്തുക. കറക്റ്റ് 6.8 കിട്ടണം. കണ്ടില്ലേ, ഇപ്പോൾ 6.8 ആയി. ഇപ്പോൾ 6.8 ആയി. അപ്പോൾ അതിൻ്റെ ആ ബഫർ ഉപയോഗിച്ചുള്ള കാലിബ്രേഷൻ കഴിഞ്ഞു, 6.8 ആയി. ഇനി ഇത് അടുത്ത ബഫറിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ബീക്കറിൽ വീണ്ടും ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് വെച്ചത്. അപ്പോൾ ഈ മൂന്നാമത്തെ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തതിന് ശേഷം നമ്മളത് തുടച്ച് പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത 4.1 ബഫറിലേക്ക് നമ്മൾ ഇത് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇലക്ട്രോഡ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4.1 ആണ്. 4.1 ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് പൗഡർ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ അതിനകത്താണ് നമ്മൾ അടുത്തതായിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് വെക്കുമ്പോൾ ഒരു വേറെ വാല്യൂ ആയിരിക്കും വരുന്നത്. ഒരു 2 or 3 ഒക്കെ കണ്ടില്ല, 3.9 ആണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മളൊരു 4 അല്ലെങ്കിൽ 4.1 അല്ല 4.01 ആണ്. അപ്പോൾ 01 ഇത് ഈ മീറ്ററിനകത്ത് കാണിക്കാത്തതുകൊണ്ട് നമുക്ക് 4 വെക്കാം. ഇപ്പോൾ എക്സാക്ട്ലി 4 ആയിട്ടുണ്ട്. ഇപ്പോൾ 4 അതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ അത് തുടച്ചതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ആ ഡിസ്റ്റിൽഡ് വാട്ടർ മൂന്നാമതായി എടുത്ത ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ഒരു pH ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ അക്വേറിയം വാട്ടറിൽ നിന്ന് pH എടുത്ത് നോക്കി 7.2 ഉണ്ട്. 7.2 pH എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അത് ഗപ്പി ടാങ്കിന് ആവശ്യമുള്ള pH ആണ്. pH മീറ്റർ കാലിബ്രേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. pH മീറ്റർ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാമെന്നും എങ്ങനെ pH ചെക്ക് ചെയ്യാന്നുള്ളതും അത് വേറൊരു pH സ്ട്രിപ്പുമായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കി. എല്ലാം ആക്യുറേറ്റ് ആയിരുന്നു. അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.